ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോയതായിരുന്നു. അങ്ങനെ അത് കിട്ടിയില്ല. അതിനുശേഷം ഇനി എന്ത് കോഴ്സിന് പോകുന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ACCA പറ്റിയിട്ടും CA പറ്റിയിട്ടും കേട്ടത്. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് അസ്ലഹ്. ഞാൻ ലക്ഷ്യയിൽ ACCA സ്റ്റുഡൻ്റാണ്. കറൻ്റ്ലി ഇപ്പോൾ AA പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ടാക്സ് പേപ്പറിൻ്റെ റിസൾട്ടാണ് വന്നത്. 100ൽ 93 സ്കോർ ചെയ്യാൻ പറ്റി. ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ഫാമിലിയും അതേപോലെ എന്നെ പഠിപ്പിച്ച സാറും മെൻറ്റേഴ്സും ലക്ഷ്യയിലെ കോർഡിനേറ്റേഴ്സും ഒക്കെ ഹാപ്പിയാണ്. എങ്ങനെയാണ് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് ചോദിച്ചാൽ, ഞാൻ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ്ലി ടാക്സ് പോയിരുന്നപ്പോൾ അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടായിരുന്നു തോന്നിയത്. കാരണം ഇതുവരെ പഠിച്ച പേപ്പേഴ്സിനൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ആണ് തോന്നിയത്. ഞാൻ നോർമലി കൺസെപ്ച്വലി ആണ് ഞാൻ പഠിക്കാറുണ്ടായിരുന്നത്. അതായത് കൺസെപ്റ്റ് മനസ്സിലാക്കുക, പിന്നെ വർക്കൗട്ട് ചെയ്യുക, അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ടാക്സിലെത്തിയപ്പോൾ ടാക്സ് ഒരു ഡിഫറെൻറ്റ് പേപ്പറായിട്ടാണ് തോന്നിയത്. കാരണം കുറച്ച് റൂൾസ് ആൻഡ് കാര്യങ്ങൾ അങ്ങനെ പഠിക്കാനുള്ള രീതിക്കായിരുന്നു ഇനീഷ്യലി എനിക്ക് തോന്നിയ കാര്യം. പക്ഷേ പോകെ ടാക്സ് കുറച്ചുകൂടെ പ്രിപ്പറേഷൻ നടത്തിയപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ടാക്സ് എന്തായി സിമ്പിളായി തുടങ്ങി. പിന്നെ പറയുകയാണെങ്കിൽ സാറിൻ്റെ ഹെൽപ്പ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ സ്പോട്ടിൽ സാറെ വിളിച്ചാൽ, ഇല്ലെങ്കിൽ സാറെ കോൺടാക്ട് ചെയ്താൽ, സാറിന് മെസ്സേജ് അയച്ചാൽ അപ്പോൾ തന്നെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഡൗട്ടാണെങ്കിൽ തന്നെ ഓൺ ദ സ്പോട്ട് ക്ലാസ്സിൽ നിന്ന് ചോദിച്ചാലും പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നല്ല സപ്പോർട്ട് തന്നെ സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒപ്പം പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും കോർഡിനേറ്റേഴ്സ് ആയാലും അവരുടേതായ സപ്പോർട്ട് അവരും തന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നല്ല ഇവരുടെ സപ്പോർട്ടും അതേപോലെ ഞാൻ വർക്ക് ചെയ്തതും കാരണമാണ് ഇത്രയും നല്ല റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഞാൻ എങ്ങനെയാണ് ലക്ഷ്യത്തിൽ എത്തിയത് വിചാരിച്ചാൽ, ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോയതായിരുന്നു. അങ്ങനെ അത് കിട്ടിയില്ല. അതിനുശേഷം ഇനി എന്ത് കോഴ്സിന് പോകുന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ACCA പറ്റിയിട്ടും CA പറ്റിയിട്ടും കേട്ടത്. നല്ല സ്കോപ്പുള്ള കോഴ്സാണ്. അങ്ങനെ കേട്ടപ്പോഴാണ് പിന്നെ ഞാൻ CA ACCA തമ്മിൽ കമ്പാരിസൺ ആയിരുന്നു. അങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ ACCA കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. ഓരോ പേപ്പർ വെച്ച് ചെയ്താൽ മതി. CA പോലെ ഗ്രൂപ്പായിട്ട് എഴുതണ്ട എന്നുള്ള കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ACCA ചൂസ് ചെയ്തത്. ഫസ്റ്റ്ലി ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ റെസ്പോൺസും കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചപ്പോൾ ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടിയ റെസ്പോൺസൊക്കെ നല്ല ക്ലാസ്സുകളും നല്ല രീതിക്ക് തന്നെ ACCA പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടും കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടുണ്ടായില്ല. ലക്ഷ്യയിലെത്തി. ഫസ്റ്റ്ലി കേട്ട പോലെ തന്നെ ഇവിടെ ഇനീഷ്യലി കയറിയപ്പോഴും കിട്ടിയ എക്സ്പീരിയൻസും ആ ഫസ്റ്റ് കേട്ട അതേ നല്ല ക്ലാസ്സസും നല്ല സപ്പോർട്ടും സ്റ്റഡീസിനായാലും അല്ലാതായാലും നല്ല രീതിക്കുള്ള സപ്പോർട്ട്സ് സാറന്മാരുടെ അടുത്ത് നിന്നായാലും ടോപ്പ് ഫാക്കൽറ്റീസ് അതേപോലെ നല്ല രീതിക്കുള്ള മെൻറ്റേഴ്സ് ഒക്കെ പിന്നെ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് ഒക്കെ നല്ല രീതിക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിക്കാണ് ഉണ്ടായിരുന്നത്. ഇതുവരെയുള്ള എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല മാർക്കോടെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇനിയുള്ള 6 പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.